കഴിഞ്ഞ് +2 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കണം. കാരണം ഇതറിയാതെ നിങ്ങൾ +2 പഠിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടില്ല, ചിലപ്പോൾ പരാജയപ്പെടുക തന്നെ ചെയ്യാം. കാരണം എന്താ, എടാ +1 എന്ന് പറഞ്ഞാൽ ലൈക്ക് എ ഫൗണ്ടേഷൻ ഇയർ ആണ്. പക്ഷേ ക്ലാസ് 12 എന്ന് പറഞ്ഞാൽ അത് ഫൈനൽ ഗെയിമാണ്. സോ ഈ ഫൈനൽ ഗെയിമിന് നിങ്ങൾ റെഡി ആയിരിക്കണം. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം +1ഉം +2ഉം തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന്. സർ, +1ൽ എന്താ നിങ്ങൾ ജസ്റ്റ് പഠിച്ചു, എന്ത് പഠിച്ചു? കോൺസെപ്റ്റുകൾ പഠിച്ചു, കുറെ സബ്ജക്ട് എക്സ്പ്ലോർ ചെയ്തു. എന്നാൽ അതിനെ കറക്റ്റായി അപ്ലൈ ചെയ്യാൻ, ആ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ കൂടുതലും വരാൻ പോകുന്നത് +2വിലായിരിക്കും. അതേപോലെ സ്കോറിംഗ് മാർക്കിന് കോൺട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ +2വിൽ നിന്നാണ്. പ്രാക്ടിക്കൽസ് നടക്കുന്നത് +2വിലാണ്. +1ന്റെ 3 വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കുന്നത് നിങ്ങളുടെ +2വിന്റെ കൂടെയാണ്. സോ മാർക്കുകൾ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇയറും കൂടിയാണ് വരാനിരിക്കുന്നത്. ഇനി നിങ്ങൾ വീണ്ടും ചിന്തിച്ചാൽ +1ൽ നമുക്ക് നോക്കുമ്പോൾ കുറേ സമയമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ ചിന്തിച്ചോ, നമുക്ക് കുറേ സമയമുള്ളതായി നമുക്ക് തോന്നിയിട്ടുണ്ട്. +1 തുടങ്ങുമ്പോഴൊക്കെ അവിടെ വളരെ സ്ലോ പേസിലാണ് ക്ലാസ്സുകൾ നടന്നത്. കാരണം ആദ്യമായാണ് +1ൽ കയറുന്നല്ലേ, അപ്പോൾ കുറച്ചുകൂടി സമയമുള്ളതായി തോന്നി. പ്രഷറൊക്കെ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ. എന്നാൽ +2 എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ടൈം റൺസ് ഫാസ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് സമയം കുറച്ചും കൂടി വേഗത്തിൽ പോകുന്നത് വരെ തോന്നും. ഇപ്പൊ സ്കൂളൊന്ന് തുറന്നോട്ടെ, നിങ്ങളുടെ സമയം ഇതാ പെട്ടെന്ന് തന്നെ മാർച്ചിലെത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ സ്പീഡിൽ സമയം പോകുന്നു. എന്തുകൊണ്ടാ സാറേ? ഇവിടെ ഫാസ്റ്റ് ആയിട്ട് സിലബസ് മൂവ് ചെയ്യേണ്ടി വരുന്നു. കാരണം ഒരുപാട് സിലബസ് ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷേ അതിൻ്റെ കൂടെ റിവിഷൻ, എക്സാംസ്, ഫ്യൂച്ചർ പ്ലാനിങ്, ഫ്യൂച്ചറിന് എന്തെങ്കിലും കോഴ്സ് എടുക്കണമല്ലോ, ഇംപ്രൂവ്മെന്റിന്റെ പ്ലാനിങ്, ഇത് പ്രാക്ടിക്കൽ എക്സാംസ് എന്ന് തുടങ്ങി വളരെ വേഗത്തിലായിരിക്കും നിങ്ങളുടെ +2 കഴിഞ്ഞു പോവുക. അപ്പോൾ നിങ്ങൾ ഓർത്തോ, ഇവിടെ നിങ്ങളുടെ പ്രഷർ കൂടാനിടയുണ്ട്. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പഠിക്കാൻ തുടങ്ങിയില്ല എങ്കിൽ +2വിൽ നിങ്ങൾ പെടും. നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചറിയാം, അവസാന നിമിഷം +1ൽ നിങ്ങൾ അനുഭവിച്ചതൊന്നുമല്ല പ്രഷർ എന്ന് തോന്നിപ്പോകും. ഓക്കെ, ഇനി മറ്റൊരു വ്യത്യാസമാണ്, ക്ലാസ് 11ൽ നിങ്ങൾക്ക് എല്ലാം ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടാകാം. ഓക്കെ, ലാസ്റ്റ് ലൈവിന്റെ സമയത്ത് മാത്രം വന്ന് എന്തെങ്കിലും പഠിച്ചിട്ട് പോകുന്നു, വളരെ ഈസി ആയിട്ടൊക്കെ കുറേയൊക്കെ തോന്നിയിട്ടുണ്ടാകാം. എല്ലാ സബ്ജക്റ്റും അല്ല എങ്കിൽ ഇൻ ക്ലാസ് 12 ഇത് നിങ്ങൾ എന്താണ് ഇതിന്റെ റിയൽ സാധനം എന്ന് കാണാൻ പോവുകയാണ്. ഓക്കെ, ബേസ് ഇല്ലാതെ പഠിച്ച അക്കൗണ്ടൻസികൾ +2വിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറും. നിങ്ങൾ വൃത്തിക്ക് പഠിച്ചില്ല എങ്കിൽ അത് നിങ്ങൾ +2വിന് എന്ത് ചെയ്യും? അഫക്ട് ചെയ്യും. അപ്പോൾ റിലാക്സ്ഡ് മൈൻഡ് സെറ്റിൽ വളരെ ഈസി ആയി പഠിച്ചു പോയ, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത +1 അല്ല ഇനി വരാനിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സീരിയസ് പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഹൈ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഒരു വാല്യൂ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കുക, ഒരു +1 വിദ്യാർത്ഥിയുടെ പേപ്പർ നോക്കുമ്പോൾ ആ വാല്യൂ ചെയ്യുന്ന ആൾ ചിന്തിക്കുക, ഇദ്ദേഹം +1 അല്ലേ, ഇപ്പൊ 10 നിങ്ങൾ വന്നേ ഉള്ളൂ, ഈ സബ്ജക്റ്റ് ഒക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് അതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ മാർക്ക് ഇടുന്നത്. എന്നാൽ ഒരു +2 വിദ്യാർത്ഥിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ചും കൂടി എക്സ്പേർട്ട് നോളജ് ആണ്. കാരണം ആ കുട്ടി ഓൾറെഡി +1 കഴിഞ്ഞു, ബേസിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ആ സബ്ജക്റ്റിലെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് എത്താൻ ആ കുട്ടി പ്രാപ്തയായി. അതുകൊണ്ട് തന്നെ അവിടെ ഹൈ എക്സ്പെക്ടേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ റിയൽ ആവാൻ പോകുന്നത് നിങ്ങളുടെ +2 ആണ്, നിങ്ങൾ പഠിക്കുന്ന ഏത് സ്ട്രീം ആണെങ്കിലും. ഓക്കെ, ഇനി ക്ലാസ് 11ൽ നിങ്ങൾക്ക് ചാൻസസ് ഉണ്ടായിരുന്നു, ഒരുപാട് ചാൻസസ് ഉണ്ട്. എന്നാൽ ക്ലാസ് 12ൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരുപാട് ഡെഡ് ലൈൻസ് ആയിരിക്കും. അതിനു മുമ്പ് റെക്കോർഡ് വെക്കണം, അതിനു മുമ്പ് പ്രാക്ടിക്കൽ എക്സാം, അതിനു മുമ്പ് ഇത് പഠിച്ചു തീർക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഡെഡ് ലൈൻസ് ആണ് കാണാൻ പോകുന്നത്. ക്ലാസ് 11ൽ നിങ്ങൾ ഈ ചാൻസസിൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു, ഒരു ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ആയിരുന്നു. എന്നാൽ 12ലോ നിങ്ങൾക്ക് ലിമിറ്റഡ് ടൈമും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡെഡ് ലൈൻസും നിങ്ങൾ കാണാൻ പോവുകയാണ്. സോ ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാനല്ല, പകരം സീരിയസ് പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ കടക്കണം എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ശരി ഗൈസ്, അടുത്തതോ, ഇൻ ക്ലാസ് 11 മിസ്റ്റേക്സ് ആർ ഓക്കെ, ഇൻ ക്ലാസ് 12 മിസ്റ്റേക്സ് കോസ്റ്റ് മാർക്സ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഓക്കെ, ക്ലാസ് 11ൽ നിങ്ങൾ വളരെ ചെറിയ കുട്ടികളാണ്, ആദ്യമായി പഠിക്കുന്നതാണ്, മിസ്റ്റേക്ക് ഒക്കെ വരും. ഓക്കെ, അവിടെ നിങ്ങൾക്ക് അധികം എക്സ്പെക്ടേഷൻ നിങ്ങളിൽ ഇല്ല, നിങ്ങൾക്ക് തിരുത്തി വരാനുള്ള സമയമുണ്ട്. എന്നാൽ ക്ലാസ് 12ൽ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തുമ്പോൾ അത് നിങ്ങളുടെ മാർക്ക് നന്നായിട്ട് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി നല്ല രീതിയിലൊരു സാധനം എഴുതിയാലേ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ഇട്ട് തരുള്ളൂ, വെറുതെ ഒന്നും മാർക്ക് തരത്തില്ല. അപ്പോൾ ഒരു എക്സ്പേർട്ട്, ആ സ്ട്രീമിൽ ഒരു എക്സ്പേർട്ട് എന്ന നിലയിലാണ്, അല്ലെങ്കിൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലാസ് 11നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി അറിയാവുന്ന ഒരാളാണെന്നാണ് ക്ലാസ് 12ലെ വിദ്യാർത്ഥിയെ നമ്മൾ കണക്ക് കൂട്ടുന്നത്. സോ ഇവിടെ ലേണിംഗ് ഫ്രം എറേഴ്സും ലോ ഇമ്പാക്റ്റും ആണ് ക്ലാസ് 11ൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ലാസ് 12ൽ അക്യുറസി മാറ്റേഴ്സ് ആണ്. എവറി മാർക്ക് കൗണ്ട്സ്. ഓക്കെ, കുറച്ചും കൂടി അക്യുറസി നിങ്ങൾക്ക് കൂട്ടേണ്ടി വരും. മാർക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോ? സീരിയസ് ആയി പഠിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ. ഇനി ക്ലാസ് 11ൽ യു സ്റ്റഡി സബ്ജക്ട്, ഇൻ ക്ലാസ് 12 യു സ്റ്റഡി യുവർ ഫ്യൂച്ചർ. അതെന്താ സാറേ പറയുന്നത്? എടാ നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾ +1ൽ ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ കോഴ്സിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ഇല്ല അല്ലേ? എന്നാൽ +2ൽ അങ്ങനെ അല്ലടാ. +2ന്റെ സിലബസ് വെച്ചിട്ടുള്ള CUET എക്സാം, അതുപോലുള്ള CA ഫൗണ്ടേഷൻ തുടങ്ങി നിങ്ങളുടെ
ഫ്യൂച്ചറിന് ആവശ്യമായിട്ടുള്ള ചില കരിയർ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട സമയമാണ് +2. അപ്പോൾ വീണ്ടും നമ്മളത് ഓർമ്മിപ്പിക്കപ്പെടുന്നു, +1 പോലല്ല +2. +1ൽ നിങ്ങൾ ആകെ ബേസിക് സബ്ജക്റ്റുകളും കുറേ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ബേസിക് കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ +2വിൽ കുറച്ചും കൂടി ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് കൂടി പഠിക്കേണ്ടതുണ്ട്. +2 എക്സാംസിന് വേണ്ടി മാത്രമല്ല, അതിനുശേഷമുള്ള എൻട്രൻസ് എക്സാം. കാരണം +2 കഴിഞ്ഞാൽ വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ, നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണ്ടേ, നല്ല നല്ല കോഴ്സുകൾ പഠിക്കണ്ടേ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ കൂടി +2വിനൊപ്പം സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്, ക്ലാസ് 12ൽ യു സ്റ്റഡി യുവർ ഫ്യൂച്ചർ. ഓക്കെ, ഇവിടെ കരിയർ ഫോക്കസ് ഉണ്ടാകും, എൻട്രൻസ് പ്രിപ്പറേഷൻസ് ഉണ്ടാകും. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, +1ലെ പോലെ ഈസി ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നാൽ +2വിൽ അത് വർക്കാകത്തില്ല. +2വിൽ നമ്മളെ പറ്റി ഹൈ എക്സ്പെക്ടേഷൻസ് ആണ്. +2വിൽ നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. +2വിൽ വളരെ സമയം കുറവാണ്, സ്പീഡായിട്ട് പോകും, ഒരുപാട് ഡെഡ്ലൈൻസ് ഉണ്ടാകും. ആ +2വിൽ നമ്മൾ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് എൻട്രൻസ് പോലുള്ളതിന് പഠിക്കേണ്ടതായിട്ട് വരും. സോ +1നേക്കാൾ എഫേർട്ട് എടുത്ത് സീരിയസ് ആയി +2വിൽ പഠിച്ചു തുടങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ ഈ സീരിയസ് പ്രിപ്പറേഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഫാക്കൽറ്റീസ് ആയിട്ടും മെന്റർഷിപ്പ് ആയിട്ടും ഒക്കെ നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങളുടെ പുതിയ സൂപ്പർ ബാച്ച് നിങ്ങൾക്ക് അറിയാലേ. സൂപ്പർ ബാച്ചിൽ നിങ്ങൾക്ക് ഇതാ ഇക്കണോമിക്സിന് സൽസബീൻ സാറ്, അക്കൗണ്ടൻസിക്ക് ഞാൻ തന്നെ. ഓക്കെ, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇനി ഹ്യൂമാനിറ്റീസുകാർക്കാണെങ്കിൽ അറിയാം, നാഫി സാറ്, സഹദ് സാറ് തുടങ്ങിയ എക്കണോമിക്സിന് സൽസബീൻ സാർ അടങ്ങിയ ഒരു നല്ലൊരു ഫാക്കൽറ്റി നിര തന്നെ നമുക്കുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, +2വിൽ നിങ്ങൾ സീരിയസ് ആയി പഠിച്ചു തുടങ്ങണം. നിങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങളുടെ ബാച്ച് ഉണ്ട്, സൂപ്പർ ബാച്ച്. ധൈര്യമായി ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആ കൊടുത്ത പ്രൈസ് അല്ല, അതിൻ്റെ ഇരട്ടി ഗുണം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, സോ ഗൈസ്, ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ +1ൽ പഠിച്ച പോലത്തെ ആ ലാഘവത്തിൽ +2 എടുക്കരുത്, ദയവ് ചെയ്തെടുക്കരുത്. +1ൽ പറ്റിയ മിസ്റ്റേക്ക് വരെ തിരുത്താൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ +2വിൽ മുന്നോട്ട് പോകണം. അതിന് നിങ്ങൾക്ക് +1ൽ എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ മറന്ന്, ആ പാസ്റ്റിനെ ഒക്കെ മറന്ന് ഒരു കംബാക്ക് നടത്താൻ നിങ്ങൾക്ക് പറ്റണം. അതിൽ ലാസ്റ്റ് +2 കഴിഞ്ഞ് +1 +2 കമ്പൈൻഡ് ആയിട്ട് റിസൾട്ട് വരില്ലേ, ഇംപ്രൂവ്മെന്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വരില്ലേ, ആ റിസൾട്ട് വരുമ്പോൾ ഒരു റിഗ്രറ്റ് പോലും +2 ലൈഫിൽ ഇല്ലാതെ നിങ്ങൾ ഫ്യൂച്ചറിലോട്ട് കടക്കണം. ഒരു റിഗ്രറ്റ് പോലും ഇല്ലാതെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കയറി പറ്റണം. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ടായി ഞങ്ങൾ എപ്പോഴും കൂടെയുണ്ട്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ തൽക്കാലത്തേക്ക് ബൈ.